കാറിടിച്ച് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറായ സരിതയാണ് പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയത്. സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായി. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് 26-നാണ് മരിച്ചത്. സരിത 40 ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും കാറിടിച്ചു കൊല്ലുകയുമായിരുന്നു. പാപ്പച്ചന്റെ മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നത്. വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരാനില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇതിനകത്ത് ഒരു പരാതിയും ഈ പപ്പച്ചനുടെ മോള് ഒരു പരാതിയും ജൂൺ മാസം നമ്മുടെ ഓഫീസിൽ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പപ്പച്ചനുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ടുള്ള സംശയങ്ങൾ ഈ പോലീസ് അതോറിറ്റീസിനെ ഇവരുടെ മോൾ അവതരിപ്പിച്ചു. പക്ഷേ ആ സമയത്ത് ഈ അനിമോൻ പിന്നെ ബാക്കി ബാങ്ക് ഈ മിനി മുത്തൂട്ട് നിധി ലിമിറ്റഡ് കൂടെ ജീവനക്കാരുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വലിയ ആയിരുന്നില്ല. അത് കൂടുതൽ അന്വേഷിച്ചിട്ട് ഏകദേശം ഇതിനകത്ത് ഒരു മാസത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇതിനകത്ത് പഴയ SHOയും പഴയ ദിൽജീത് SI, ദിപ്പിൻ SI, ഇലക്ഷൻ സമയത്ത് വരുന്ന ഹരിലാൽ SHOയും അവരുടെയും നല്ല ഫോളോ അപ്പിൻ്റെ ഫലമാണ് ഇന്ന് കിട്ടിയത്. അതാണ് അനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത്. ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് പാപ്പച്ചൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.